നമസ്കാരം. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഭരണകൂടമായി പിണറായി സർക്കാർ മാറിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പേവിഷ വാക്സിൻ എടുത്തിട്ടും 13 വയസ്സുകാരി മരിക്കാനിടയായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ആയിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കളക്ടറെ ഉപരോധിച്ചത്. സമീപകാലത്ത് ഒന്നും ഇത്തരം സംഭവം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ 3 പേരാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ മൂലം മരണമടഞ്ഞത്. ഇതിൽ ദുരൂഹതയുള്ളതായി സംശയിക്കുന്നു. പേവിഷ വാക്സിന്റെ ഗുണനിലവാരം സംബന്ധിച്ചും ഇടപാടുകൾ സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഉപരോധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് തെരുവു നായ്ക്കളെ വന്ധ്യം കരിക്കലും കൂടുതൽ ABC കേന്ദ്രങ്ങളുടെ നിർമ്മാണവും ത്വരിതപ്പെടുത്തണമെന്നും വിഷ്ണു സുനിൽ ആവശ്യപ്പെട്ടു. കുട്ടിയെ നഷ്ടപ്പെട്ട കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അർഷാദ് മുതിരപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ നവാസ് റഷാദി, അസൈൻ പള്ളിമുക്ക്, കൗശിക് എം ദാസ്, ആഷിഖ് ബൈജു, ഉല്ലാസ് ഉളിയക്കോവിൽ, ഷമീർ ചാത്തനാംകുളം, അജ്മൽ പള്ളിമുക്ക്, അജു ചിന്നക്കട, സുദർശൻ താമരക്കുളം, സൈദലി പള്ളിമുക്ക്, നിസാം മുളങ്കാടകം, സിയാദ് പള്ളിമുക്ക്, തോപ്പിൽ റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള സഹായമോ എന്തെങ്കിലും കാര്യം പറയുവാൻ സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ഭരണകൂടവും മിണ്ടാട്ടത്തിലാണ്. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ്. ഇവിടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും 3.5 കോടി ജനങ്ങളും ഇവിടെ സാധാരണക്കാരായ ആൾക്കാരുടെ ഭയത്തിലാണ്. പുറത്തിറങ്ങി നടക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ഒരു മനുഷ്യനും ആബാലവൃദ്ധം ജനങ്ങൾക്കും ഒരു രീതിയിലും തെരുവിലൂടെ ഇറങ്ങി നടക്കുവാൻ പറ്റാത്ത അവസ്ഥ. വാക്സിൻ എടുക്കാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രി. ആ സർക്കാർ ആശുപത്രിയിൽ പോയി വാക്സിൻ എടുത്താലും അധികാരികളെ അന്ധന്മാരെ കണ്ണു തുറക്കൂ, കാതോർക്കൂ. ഒരു പ്രതിഷേധവുമായി മുമ്പോട്ട് വരാനുള്ള കാരണം കേരളത്തിലുടനീളം കൊച്ചുകുട്ടികളെയും ആബാലവൃദ്ധം ജനങ്ങളെയും ഇന്ന് തെരുവ് നായകൾ വേട്ടയാടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ശീതീകരിച്ച മുറിയിൽ ശീതീകരിച്ച കാറിൽ കൊല്ലം ജില്ല മുഴുവൻ ഊരുപോലെ ചുറ്റുന്ന ജില്ലാ കളക്ടർ ഏമാനോട് ഇവിടുത്തെ സാധാരണക്കാരായ പൊതുസമൂഹത്തിന് പറയുവാനുള്ളത്, ഇവിടെ അടിയന്തരമായി ABC കേന്ദ്രങ്ങൾ തുറന്നുകൊണ്ട് പേരിന് മാത്രമായി ഒരു ABC കേന്ദ്രം, ഇവിടെ ജനങ്ങളുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവന് യാതൊരു തരത്തിലും വിലയില്ലാത്ത രീതിയിലാണ് ഇവിടെ അധികാരികൾ പെരുമാറുന്നത്. ഇന്നലെ പത്തനാപുരത്ത് പോയ കളക്ടർ അവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവരുണ്ടായിട്ടും അവരോട് പോലും സംസാരിക്കാതെ തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല, എനിക്ക് AC കാറിൽ പോകണം എന്നുള്ളൊരു സമീപനമാണ് നടത്തിയത്. അവസാനം പോലീസിന്റെ ജീപ്പിൽ കയറി രക്ഷപ്പെടാൻ നോക്കുന്ന കളക്ടറിനെയും ഇന്നലത്തെ കൊല്ലത്തെ പൊതുസമൂഹം കണ്ടു. ഇവിടെ കേരളം അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് തെരുവ് നായകളുടെ കടിമൂലം മരണപ്പെട്ടത് 102 പേരാണ്.